ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഇത്രയും നാൾ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്ക്, എന്നാൽ നമ്മളാരും അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നത് എങ്കിലും കഴിഞ്ഞ എക്സാംസ് തൊട്ട് മിക്കവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയേക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ്. നിങ്ങൾക്കറിയാം, എഡ്യൂക്കേറ്റീവ് വന്നു കഴിഞ്ഞപ്പം ഇപ്പം 3 എക്സാംസ് കഴിഞ്ഞിരിക്കുന്നു. ആ എക്സാംസിൽ പൊതുവായിട്ട് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചൊരു ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ ഇതുവരെ വലിയ ഫോക്കസ് കൊടുത്തിരുന്നില്ല, കാരണം നമുക്ക് ഇതുവരെ ചോദിച്ചിരുന്നില്ല. ഏകദേശം 2-3 ചോദ്യങ്ങൾ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിരുന്നു. സോ ഇനി വരുന്ന CGL CHSL എക്സാംസിന് എന്തായാലും ക്രിട്ടിക്കൽ തിങ്കിങ് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു സിറ്റുവേഷൻ തരും, ഏകദേശം സിമിലർ ആയ ഒരു 4 ഓപ്ഷൻസ് തരും. 4 ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു റീസണിങ് കപ്പാസിറ്റി, നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ആ ആൻസർ പിക്ക് ചെയ്യണം. അതെങ്ങനെ ഓരോരുത്തരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തിക്കുന്ന ചിന്താശേഷി അപേക്ഷിച്ചിരിക്കും. അപ്പം നമുക്കത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. യു ആർ ഗീവിങ് ആൻ എൻട്രൻസ് എക്സാം. ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ വാട്ട് ഷുഡ് ബി യുവർ റീസണിങ് സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതുവാണ്. അപ്പം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല കട്ടിയുള്ള ചോദ്യമാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, ഇതാണ് ചോദ്യം. ഇനി ഒരു 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ നമ്മളോട് പിക്ക് ചെയ്യാൻ പറയുന്നത്. അതെങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, ടെൽ ദ ഇൻവിജിലേറ്റർ ആൻഡ് ദ ഓർഗനൈസർ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് ഡെഫിനറ്റ്ലി ഓഫ് ദ സിലബസ്. ആദ്യത്തെ കാര്യം എന്താണ് പറയുന്നത്? ഇൻവിജിലേറ്ററോട് അല്ലെങ്കിൽ എക്സാം നടത്തുന്ന ആൾക്കാരോട് പോയിട്ട് പറയണം, എന്താണ് ഇത് ഫുൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാറ്റി തരാം. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ അവിടെ പോയിരുന്ന എല്ലാവരും എക്സാം എഴുതും, നമ്മൾ പറയുവാണ് സാർ ഈ എക്സാം ഔട്ട് ഓഫ് സിലബസ് ആണ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് മാറ്റി തരണം. ഒരു എൻട്രൻസ് എക്സാമിന് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യമാണ് അല്ല. സോ ഉറപ്പായിട്ട് ഓപ്ഷൻ 1 തെറ്റാണ്. അടുത്ത എന്താ? ട്രൈ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് സോൾവ് as many questions as known with a calm mind. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരമാവധി ഒരു മനസ്സമാധാനത്തോടിരുന്ന് വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതല്ലേ? നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻ മനസ്സമാധാനത്തോടിരുന്ന് ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബെസ്റ്റ് ഓഫ് ചോയ്സിൽ നമുക്കത് ആൻസർ ചെയ്യാം. കാരണം എന്താ, എല്ലാവർക്കും ഇതേ ക്വസ്റ്റ്യൻ തന്നെ തന്നേക്കുന്നത്. അപ്പോൾ നമുക്കുള്ള കട്ടി തന്നെ മിക്കവർക്കും കാണും. സോ നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മാക്സിമം പെർഫോം ചെയ്യുക, അതൊരു മനസ്സമാധാനത്തോടിരുന്ന് പെർഫോം ചെയ്യുക. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ അല്ലേ? നമുക്ക് തേർഡ് ഓപ്ഷനിലോട്ട് പോവാം. എന്നിട്ട് ഏതാണ് ശരിയെന്ന് പറയാം. അജിറ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിഗേറ്റ് ദ കാൻഡിഡേറ്റ് ടു ലീവ് ദ എക്സാമിനേഷൻ ഹാൾ. എന്താണ്? നമ്മളെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി എക്സാം ഹാൾ വിട്ട് ഇറങ്ങിപ്പോകണം. അത് ശരിയാവുന്ന ഒരു നടപടിയാണോ? അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇപ്പം 4ാമത്തെ ഓപ്ഷൻ, ട്രൈ ടു നോ സംതിങ് ഫ്രം യുവർ കോ പാർട്ടിസിപ്പൻസ് ഇൻ ദ എക്സാമിനേഷൻ. നമ്മുടെ കൂടെ ഇരുന്ന് എക്സാം എഴുതുന്ന ആരോടെങ്കിലും എന്ന് വെച്ചാൽ കോപ്പി അടിക്കുക. അതൊരു എൻട്രൻസ് എക്സാമിന് ശരിയായ നടപടിയാണോ? ഇല്ല. ഡീബാർ ചെയ്യും അല്ലേ? പിടിക്കപ്പെട്ട ഡീബാർ ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു ഉത്തരം നോക്കി എഴുതി അല്ലെങ്കിൽ കണ്ടെഴുതിയ ഒരു എൻട്രൻസ് എക്സാമിന് പാസ്സാവുന്ന അത് ശരിയായ ഒരു നടപടിയാണ് അല്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഉത്തരം കിട്ടും. ട്രൈ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് സോൾവ് as many questions. നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന എന്തോരമാണോ അത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ്. നമുക്ക് ബെസ്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ചോയ്സ് ഏതാണ്? നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പരമാവധി കാമായിട്ടിരുന്ന് ചെയ്യുക. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഓപ്ഷൻസ് പിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. ഒരൊറ്റ ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഇതേ കാര്യം തന്നെ എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യു ആർ ആൻ എക്സാമിനർ കണ്ടക്ടിങ് ദ എക്സാമിനേഷൻ. യു ഡൗട്ട് ദാറ്റ് എ സ്റ്റുഡൻറ് ഈസ് ട്രൈങ് ടു ഓവർലുക്ക് ഇൻ ടു അനദർ സ്റ്റുഡൻസ് ആൻസർ ഷീറ്റ്. വാട്ട് വിൽ യു ഡു? നമ്മളൊരു എക്സാമിനർ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് സ്റ്റുഡൻസ് എക്സാം എഴുതുന്നു. അതിൻ്റെ അകത്ത് ഒരു സ്റ്റുഡൻറ്റ് വേറൊരു സ്റ്റുഡൻറ്റ് നോക്കി എഴുതുന്നത് നമുക്കൊരു സംശയം തോന്നുന്നു, നമുക്ക് ഉറപ്പില്ല, നമുക്കൊരു ഡൗട്ട് തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ഫസ്റ്റ്, യു വിൽ ഷൗട്ട് ലൗഡ്ലി ടു ദ സ്റ്റുഡൻറ്റ് മേ ഡിറ്റോ ഫ്രം ആൾട്ടറിങ് ടു കോപ്പി. നമുക്കൊരു ഡൗട്ടേ തോന്നുള്ളൂ. നമ്മൾ ആ സ്റ്റുഡൻറ്റിനെ വിളിച്ചു ഒച്ച സൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒച്ചയ്ക്ക് എന്തെങ്കിലും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി ഒരു ബഹളം ഉണ്ടാക്കി അയാൾ കോപ്പി അടിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും ഇല്ല. സോ ഓപ്ഷൻ 1 അല്ല. എന്തായാലും ഓപ്ഷൻ 1 അല്ല ഉത്തരം. സെക്കൻഡ്, യു വിൽ റീലൊക്കേറ്റ് ദ സ്റ്റുഡൻറ് ടു അനദർ ഡെസ്ക് ഇൻ ദ എക്സാമിനേഷൻ. നമുക്ക് അദ്ദേഹത്തിനെ നമുക്കൊരു ഡൗട്ട് തോന്നി നമുക്ക് വേറൊരിടത്തേക്ക് മാറ്റിയിരുത്താം. അത് ശരിയാവാൻ ഒരു ചാൻസ് ഉണ്ടോ? അത് ശരിയാകുമോ? അതിന് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ട് അത് ശരിയാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് പറയാം. തേർഡ്,
ടെൽ ദ നിയർ ബൈ സ്റ്റുഡൻസ് അബൌട്ട് യുവർ ഡൗട്ട് ആൻഡ് ആസ്ക് ദം ടു ബി കെയർഫുൾ വിത്ത് ദ ആൻസർ ഷീറ്റ്. നമ്മൾ ആരെങ്കിലും ഒരു എക്സാമിനർ അടുത്തിരിക്കുന്ന ആൾ കോപ്പി അടിക്കുന്നുണ്ട്, കോപ്പി അടിക്കുന്ന ആരുടെയാണോ അവരുടെ അടുത്ത് പോയി പറയുമോ? നമ്മൾ പറയുമോ? ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും പറയുമോ നിന്റെ നോക്കി എഴുതുന്നുണ്ട്, നീ ഒന്ന് നോക്കിക്കോ, സൂക്ഷിച്ചിരുന്നോ, അങ്ങനെ പറയുമോ? അങ്ങനെയാണോ ഒരു എക്സാമിനർ ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ ഓപ്ഷൻ അതും അല്ല. ഇനി ഫോർത്ത് നോക്കാം. നമുക്ക് സെക്കൻഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് മിക്കവർക്കും തോന്നുന്നു. ഇനി നമുക്ക് ഫോർത്തിനെ നോക്കാം. കീപ് ദ കൺസേൺഡ് സ്റ്റുഡൻറ് അണ്ടർ വിജിലൻസ് ആൻഡ് വെരിഫൈ ഇഫ് യുവർ ഡൗട്ട് ഈസ് ആക്ച്വലി ട്രൂ. നമുക്ക് ശരിക്കും എന്താണുള്ളത്? ഒരു ഡൗട്ടാണുള്ളത്. അതിൻ്റെ പേരിൽ രണ്ടാമത്തെ പ്രകാരം അദ്ദേഹത്തിനെ പിടിച്ച്, ആ സ്റ്റുഡൻറ്റിനെ പിടിച്ച് വേറെ ഡെസ്കെ കൊണ്ടിരുത്തി, വേറെ സ്റ്റുഡൻറ്റിനെ പിടിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തിരുത്തി ഒരു ബഹളം ഉണ്ടാക്കി, ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇൻ കേസ് ആ കുട്ടി കോപ്പി അടിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി കളഞ്ഞ് ക്ലാസ്സിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ എന്താണ് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടിരുന്ന് ഭയങ്കര സമാധാനത്തോടെ വേണമല്ലോ. നമുക്കൊരു മെൻ്റൽ ഒരു പ്രശ്നം അവിടെ ആ ക്ലാസ്സിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു ഡൗട്ട് തോന്നി എന്ന് പറഞ്ഞൊരു എക്സാമിനറിനൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയാൽ നമ്മൾ പരമാവധി ആ കുട്ടിയിലേക്ക് എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൾ കോപ്പി അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത് അല്ലേ? എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പിലേക്ക് കിടക്കുക, കോപ്പി അടിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ല ധൃതി പിടിച്ചൊരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ചാടി കടക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നോക്കേണ്ടത്. നമുക്കൊരു ഓപ്ഷൻ കണ്ടാൽ ചിലപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ അതിനെ പിക്ക് ചെയ്ത് നമ്മൾ 4 ഓപ്ഷൻസും വായിക്കണം, നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, ഏതാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് മനസ്സിലാക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഇത്രേ ഉള്ളൂ. നമുക്കൊരു സിറ്റുവേഷൻ തന്നാൽ നമ്മൾ ചാടി കടന്നൊരു തീരുമാനം എടുക്കരുത്. നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ഏതൊരു തീരുമാനം എടുക്കുമോ അതാണ് ആൻസർ. മിക്കവാറും സിറ്റുവേഷൻസ് ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും. മിക്കവാറും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഒരു സിറ്റുവേഷൻ എടുത്തിരുന്നത്. അത് വെച്ചിട്ട് പിക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു ഉത്തരം എഴുതുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളൊരു കാര്യമാണ്. പക്ഷെ ആരും ഇപ്പോൾ ട്രൈ ചെയ്യാത്ത, ചിന്തിക്കാത്തൊരു മെത്തേഡാണ്, ചിന്തിക്കാത്തൊരു ചോദ്യം ടൈപ്പാണ്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കുറേ എക്സാമ്പിൾസ് കിടപ്പുണ്ട്. ആ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. കുറേ എക്സാംസ്, കുറേ ക്വസ്റ്റ്യൻ മോഡൽസ് എടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ലെവലിൽ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. നമുക്ക് പലർക്കും പല സിറ്റുവേഷനിൽ പലതുപോലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.